ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത്. ഉണ്ണീശുവിനെ പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും ചേർന്ന് ദേവാലയത്തിൽ സമർപ്പിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. വളരെ സുന്ദരകരമായ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. വൃദ്ധനായ ഷിമയോൻ എന്നൊരാൾ ആ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് സ്വർഗത്തെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എൻ്റെ കണ്ണുകൾ കൊണ്ട് ആനന്ദകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ വിട്ടയക്കണമേ. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണത്. ഇത്രയും കാലം അദ്ദേഹം കണ്ട കാഴ്ചകളൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കുളിർപ്പിച്ചിട്ടില്ല. ഇത്രയും കാലം അദ്ദേഹം കണ്ട കാഴ്ചകളൊന്നും അദ്ദേഹത്തിന് നിറവ് നൽകിയിട്ടില്ല. പക്ഷേ ഒരു കുഞ്ഞിനെ കരങ്ങളെടുക്കുമ്പോൾ, കാത്തിരിപ്പിൻ്റെ വലിയൊരു സൗഭാഗ്യത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇതിനേക്കാളും അപ്പുറം ഇനി ഒന്നും കാണുവാനോ കേൾക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, വലിയൊരു പ്രാർത്ഥനയുടെ ഇടയിൽ ഷിമയോൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: കണ്ണുകൾ കൊണ്ട് കാണേണ്ട കാഴ്ച അത് ക്രിസ്തുവാണ്. ഹൃദയങ്ങൾ കൊണ്ട് നേടേണ്ട ഏറ്റവും മനോഹരമായ സമ്പത്ത് അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കാണുവാനും ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ഈ തിരുപ്പിറവി കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.